ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു റൈഡ് പോകണ്ട. പക്ഷേ ഞാനിന്ന് ഒറ്റയ്ക്കല്ലട്ടാ, ഇത് പിള്ളേരായിട്ടാണ് പോണത്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു സ്ഥിരം സ്പോട്ടുണ്ട്, അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടി വാമപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണ്. ഇപ്പോൾ സമയം ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. ഇതാണ്ട് നമ്മൾ സ്ഥിരം സ്പോട്ട്. രണ്ടുപേരെത്തിയിട്ടുള്ളൂ. എന്തല്ല 3 പേരെത്തി. കയറി എത്തിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പോവാൻ പോകുന്നത് ഷായി എന്തുകൊണ്ട് ജയിനി ഞാൻ കെട്ടിത്തരാടാ കേട്ടോടാ. അപ്പോൾ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് 7 മണിക്കാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് എത്താനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഞങ്ങൾ മൊത്തം 6 പേരും 3 ബൈക്കുമാണ്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടല്ല മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് പോണത്. പക്ഷേ എത്ര പോയാലും മടുക്കാത്ത ഒരു റൂട്ടാണ്, പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു സ്വർഗം തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. 2019, 2016, 2022, 2023 മൊത്തം 5ാമത്തെ വട്ടമാണ് ഞാൻ ഈ റൂട്ട് പോണത്. പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു സ്ഥിരം ചായക്കട ഉണ്ട്. അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. നമ്മൾ സ്ഥിരം ചായ കുടിക്കാറുള്ള ചായക്കടയാണ്. നമുക്കെന്ത് ലീവടാ, നമ്മളെ ലീവ് തീരുമാനിക്കുക നമ്മന്നല്ലേ. റിയാസിന് ലീവുണ്ട്. പോവാ. സമയം ഇപ്പോൾ ഒരു 8 മണി ആവുന്നുള്ളൂ. അതുകൊണ്ട് അതിരപ്പള്ളിയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല മഴയുള്ള കാലാവസ്ഥയാണ്. സാധാരണ നല്ല തിരക്കുള്ള ഒരു സമയമാണ്. പക്ഷേ ഇവിടെ എല്ലാം ഓപ്പൺ ആവുന്നുള്ളൂ. ഇവിടെയൊക്കെ കോട വീണെടുക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിരപ്പള്ളിയിൽ ആദ്യമായിട്ടാണ് കോട കാണുന്നത്. അത്രക്കും ഒരു കിടിലൻ ക്ലൈമറ്റിലാണ് ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു കിടിലൻ ക്ലൈമറ്റിൽ ട്രാവൽ ചെയ്യണം. ഇവിടുത്തെ കടകളൊക്കെ മൊത്തം അടച്ചിട്ടേക്കണം കേട്ടോ. കാരണം എല്ലാം ഇവിടെ 8 മണിക്കാണ് ഓപ്പണിങ്. കടകളൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ, സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ. പോകുന്ന വഴിക്കുള്ള ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടാ. ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിക്ക് നല്ല ഫോഴ്സിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ പേരും വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ചെക്ക് പോസ്റ്റ് കടക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ലേറ്റായെങ്കിലും പ്രതീക്ഷ പോലെ തന്നെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്താടാ വേഗാട്ടെ. നല്ല മഴ ഉണ്ടിട്ടാ. കുറച്ചങ്ങ് പോയപ്പോഴേക്കും നല്ല കിടിലെ മഴ ആയിട്ടാണ്. മഴ പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചാലും ഫുള്ള് കോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലാണ് പോണത്.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 19 കിലോമീറ്റർ ഫുള്ള് കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മൃഗങ്ങളും മെയിനായിട്ട് ആനകളാണ്. ഒരുപാട് ഇതുകളുണ്ട്. പക്ഷേ എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റില്ല. പഴയൊരു ചെറിയ ക്യാമറയിലാണ് എടുക്കുന്നത്. പിന്നെ മഴ കാരണം വിഷ്വൽസ് കുറച്ച് ക്ലാരിറ്റിയും കുറവുണ്ടാവും. നല്ല രീതിക്ക് കോടമഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുൻപോട്ടുള്ള കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. ആനകൾ വഴിയിൽ വരും എന്നുള്ളൊരു പേടി കാരണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. തൊട്ട് മുന്നിലൊരു കാറുണ്ട്. ആ കാറിൻ്റെ ധൈര്യത്തിൽ ആ കാറിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, നല്ല മഞ്ഞുണ്ട്. മുൻപ് പലവട്ടം ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിലും ആന മുമ്പിൽ ചാടും എന്നുള്ളൊരു പേടിയിൽ ആദ്യമായിട്ടാണ് പോണത്. മുമ്പ് പല വീഡിയോസും കണ്ടിട്ട് ആ ഒരു ഭയം ഇപ്പോൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എടാ ഞാനേ കോടുള്ളൊരു സ്ഥലത്ത് നിർത്താന്ന് വെച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ കാടെന്ന് പറയുന്നത് തന്നെ ഈറ്റക്കാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ആനയാണ്. രണ്ട് സൈഡിലും ഈറ്റക്കാടുണ്ടെങ്കിൽ ആന അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഏത് നിമിഷവും ആന നമ്മളെ മുന്നിൽ പെടും. അപ്പോൾ നല്ലോണം ഒരു അലർട്ടായിട്ട് വേണം നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ. ഏകദേശം നമ്മൾ മലക്കപ്പാറ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാം. അങ്ങനെയുണ്ടോ ചപ്പാത്തി? മറ്റേ ചപ്പാത്തി വരണ്ടല്ലേ ഉണ്ടാക്കി മലക്കപ്പാറ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 900 മീറ്ററോളം ഉയരമുള്ളൊരു സ്ഥലമാണ് മലക്കപ്പാറ. അവിടുത്തെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നത് ടീ പ്ലാന്റേഷനാണ്. ഈ ഒരു യാത്രയുടെ ഉദ്ദേശം ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം മാത്രം നോക്കിയിട്ടല്ല. നമ്മൾ പോകുന്ന റൂട്ട് റൈഡിന് മാത്രം പ്രാധാന്യമുള്ളൊരു റൂട്ടാണ്. അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി, ആ ഒരു റൂട്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഈ റൈഡ് ആസ്വദിച്ച് ഈ രണ്ട് സൈഡിലെ തേയില പ്ലാന്റേഷനും അതേപോലെ ഈ ഇവിടുത്തെ റോഡ്, ഇവിടുത്തെ കാലാവസ്ഥ, മഞ്ഞും മഴയും, ഇതൊക്കെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മലക്കപ്പാറയിൽ നിന്ന് 27 കിലോമീറ്റർ സഞ്ചരിച്ച് വാൽപ്പാറയിലേക്ക് പോകുന്നൊരു റൂട്ടാണത്. ഇതും അതേപോലെ തന്നെ അതിമനോഹരമായൊരു റൂട്ടാണ്. ഈ പറഞ്ഞ പോലെ തേയില പ്ലാന്റേഷൻ, ഈ മലകളും, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസാണ്. വാൽപ്പാറയിലേക്കുള്ള യാത്രയിൽ റോഡിൻ്റെ സൈഡിൽ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയാണ്. കുറേയൊന്നും മഴ കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല.
സെവൻത്ത് ഹെവൻ അഥവാ ഏഴാം സ്വർഗം, അങ്ങനെയാണ് വാൽപ്പാറയെ പലരും വിശേഷിപ്പിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ രാത്രി 10 മണിക്ക് ആണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ചായകളും ചെറുകടികളൊക്കെ ആയിട്ടാണ് ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടിൽ ഇതുപോലെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. അവിടെയൊക്കെ വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ആണ് ഞങ്ങൾ പോകുന്നത്. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വണ്ടി നിർത്തുന്ന ഒരു സ്പോട്ടും കൂടിയാണിട്ടത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിലേക്കുള്ള വഴിയിൽ 40 ഹെയർ പിൻ വളവുകൾ ഇറങ്ങി അവസാനം 9ാമത്തെ ഹെയർ പിൻ വളവ് എത്തുമ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആളിയാർ ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അതുമാത്രമല്ല ബാക്കി ഇറങ്ങാനുള്ള 9 ഹെയർ പിൻ വളവുകളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഹെയർ പിൻ വളവുകളുള്ള ആ റോഡുകളാണ് താഴെ കാണുന്നത്. ആ കാണുന്നതാണ് ആളിയാർ ഡാം. പക്ഷേ ആളിയാർ ഡാമിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് താഴെ എത്തി പൊള്ളാച്ചിയിലേക്കുള്ള പോകുന്ന റൂട്ടിലാണ്. പക്ഷേ ഇവിടുന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. ആ അകലെ കാണുന്നതാണ് പൊള്ളാച്ചി ടൗണ്. അങ്ങനെ ഞങ്ങൾ ഹൈ റേഞ്ചൊക്കെ ഇറങ്ങി പൊള്ളാച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞത് ഒരു കിടിലൻ റോഡാണ്. ഇവിടെ വികസനമൊക്കെ കുറച്ച് കുറവാണ്. പക്ഷേ റോഡിൻ്റെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. നല്ല കിടിലൻ റോഡാണ്. ഒരു കുഴിയോ ഒരു പേച്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ റൂട്ടിലെ അവസാന കാഴ്ചകളാണിത്. ഇനി പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ച് നേരെ പൊള്ളാച്ചി ടൗണിൽ കയറി അവിടെ നിന്ന് പാലക്കാട്, അവിടെ നിന്ന് തൃശ്ശൂർ ബൈപ്പാസ് കയറി അങ്ങനെ വീട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ച് അങ്ങനെ നേരെ പോകും. മഴ കാരണം ഒരുപാട് കാഴ്ചകൾ മിസ്സാക്കിയിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ മൊബൈലിൽ എടുക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എങ്കിലും പരമാവധി കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞാനിതിലൂടെ കാണിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ഫേവററ്റ് പ്ലേസ് ആണിത്. ഞങ്ങൾ ഏതൊരു റൈഡും അവസാനിപ്പിക്കുന്നത് ഒരു നല്ല ഫുഡ് കഴിച്ചിട്ടായിരിക്കും. മെയിനായിട്ട് മന്തിയാണ് കഴിക്കാറ്. പക്ഷേ സത്യം പറയല, വളരെ മോശം ഫുഡായിരുന്നു.
അങ്ങനെ മലക്കപ്പാറ വാൽപ്പാറ റൈഡിൻ്റെ ഈ ഒരു യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഒരു കിടിലൻ സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.